നമസ്തേ, ഒരിക്കൽ കൂടി മുംബൈ മലയാളി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ കാണിച്ച കുറച്ച് വീഡിയോയുടെ ഭാഗങ്ങളെന്ന് പറയുന്നത് വളരെ പ്രസക്തമായ കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ഭാരതത്തിലെ ഇന്ത്യയിലെ ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്ന ജ്യോതി മൽഹോത്ര എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നടത്തുന്ന അവർ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുകയാണെന്നുള്ള ഇന്നത്തെ പേപ്പറിലെ പ്രധാന വാർത്ത, പ്രസക്തമായ വാർത്ത. കാരണം ദേശവിരുദ്ധ പ്രവർത്തനങ്ങളിൽ അവർ ഏർപ്പെട്ടു, രഹസ്യങ്ങൾ പാകിസ്ഥാനിലേക്ക് കൈമാറി എന്നാണ് അറിയുന്നത് അവസാനമായിട്ട്. എന്തായാലും അവരുടെ വാട്സാപ്പ് ചാറ്റുകൾ പിടിച്ചെടുത്തിരിക്കുന്നു എന്നാണ് അറിയുന്നത്. അപ്പോൾ അവർക്കെതിരെയുള്ള ആരോപണം എന്ന് പറയുന്നത് വളരെ സീരിയസ് ആണ്. പ്രധാനപ്പെട്ട കാര്യങ്ങളായി നമുക്ക് പറയുവാനുള്ളത്, അവർ സഞ്ചരിക്കുന്ന പാതകളിലൂടെ പാകിസ്ഥാനെ വളരെ അങ്ങനെ ഉയർത്തിക്കാട്ടി സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കും. പക്ഷേ ഇതൊക്കെ തന്നെയാണ് അവർക്കെതിരെയുള്ള ആരോപണം. അതായത് ആ രാജ്യത്തിൻ്റെ യശസ് ഉയർത്തുക എന്ന് അവർക്ക് പ്രത്യേകം അതനുസരിച്ച് ലോകരാജ്യത്തിന് മുന്നിൽ അവതരിപ്പിക്കുക എന്നാണ് അവരെ ഏൽപ്പിച്ച ഒരു ദൗത്യം എന്നാണ് അറിയുന്നത് ഇപ്പോൾ. അതായത് പാകിസ്ഥാൻ്റെ അറിവോടുകൂടി തന്നെ, അതായത് പാകിസ്ഥാനിലെ അധികാരികളുടെ അറിവോടുകൂടി തന്നെ അവിടുത്തെ ISI എന്ന് പറയുന്ന ഇൻ്റർ സർവീസ് ഇൻ്റലിജൻസ് എന്ന് പറയുന്ന സംഘടന, രഹസ്യാന്വേഷണ വിഭാഗമാണ് പാകിസ്ഥാൻ്റെ. അപ്പോൾ അവർ ഈ ദൗത്യം ഇവരെ ഏൽപ്പിച്ചെങ്കിൽ അവരത് കൃത്യമായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് അറിയുന്നത്. അപ്പോൾ എന്തായാലും അവരുടെ വാട്സാപ്പിൽ നിന്നും അവർ പാകിസ്ഥാൻ ISI ഏജന്റുമാരുമായി സംസാരിക്കുന്നതും ചാറ്റ് നടത്തുന്നതും അതിൽ കൂടി അവർ ആവശ്യപ്പെടുന്നു, അവർക്ക് പാകിസ്ഥാനിൽ നിന്ന് ഒരു വരനെ ആവശ്യമുണ്ട്, ഒരു വിവാഹം ചെയ്യാനായിട്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും മറ്റൊരു രാജ്യത്തിന് വേണ്ടി നമ്മുടെ രാജ്യത്തെ ഒറ്റുകൊടുക്കുക എന്ന് പറയുന്നത് ഏത് സോഷ്യൽ മീഡിയ അഭിമാനങ്ങളൊക്കെ പ്രത്യേകത നമ്മുടെ ഇന്ത്യൻ രീതിയിലാണെങ്കിൽ പോലും പലരും അവിടെ നോക്കി നിൽക്കുന്ന കാഴ്ച നമുക്ക് സ്ട്രീറ്റുകളിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അവർ ഇറങ്ങി സ്ട്രീറ്റുകളിലൂടെ നടന്ന് വ്ലോഗ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പം അതിലൂടെ അവർ പല സ്ട്രീറ്റ് വെണ്ടേഴ്സ്, അതുപോലെ സ്ട്രീറ്റ് ഫുഡൊക്കെ വിൽക്കുന്ന കടകൾ, മറ്റു കടകളിലൊക്കെ അവർ പോയി അവിടെ വ്ലോഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നല്ല വശങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനൊക്കെ സാധിക്കുന്നുണ്ട് ഏറെക്കുറെ. കാരണം അവിടെ നന്നായി അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ അവർ നന്നായിട്ട് നിർവഹിക്കുന്നു. അവരുടെ കടകളിൽ ഇരുന്ന് സാധനങ്ങൾ, ആഹാരങ്ങളൊക്കെ വിൽക്കുന്നത് അവർ വളരെ ഡീസൻ്റായിട്ട് തന്നെയാണ് ഇവരോട് ഇടപഴകുന്നതും ഒക്കെ. അപ്പോൾ അതിനൊന്നും പ്രത്യേകിച്ചൊന്നും നമുക്ക് പറയാനില്ല. പക്ഷേ ഇവർ ചെയ്ത യൂട്യൂബ് ചാനൽ വഴി ഇവർ നേടുന്ന വരുമാനം കൂടാതെ മറ്റെന്തോ കൂടുതൽ വരുമാന സ്രോതസ്സ് ഇവർ കണ്ടുപിടിക്കുവാനാണോ, എന്താണ് ഇവരുടെ ഉദ്ദേശമെന്ന് പോലീസ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. എന്തായാലും ഇവർ പോയ വഴികളിൽ പലരെയും ഇവർ പരിചയപ്പെടുകയും പലരുമായി സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പാകിസ്ഥാനിൽ എല്ലാവരുമായിട്ടും ഡീസൻ്റായിട്ട് ഡ്രസ്സ് ധരിച്ച് നിൽക്കുന്ന, വഴിയോരങ്ങളിലൊക്കെ നിൽക്കുന്നവരൊക്കെ ആയിട്ട് അവർ ചാറ്റ് ചെയ്യുകയും വർത്താനം പറയുകയും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം പ്രത്യേകം അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ കാണുന്നത് പോലെ യൂട്യൂബർ നടക്കുന്ന വഴിക്കൊക്കെ സെക്യൂരിറ്റി, തോക്കേന്തിയ സെക്യൂരിറ്റി ഇവരുടെ കൂടെയുണ്ട്. ആരാണ് ഇവർക്ക് സെക്യൂരിറ്റി കൊടുത്തത്? ഇതൊക്കെ നടക്കുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥം എന്ന് പറഞ്ഞാൽ തീർച്ചയായും അവർക്ക് എന്തോ ഉന്നത തലത്തിൽ പിടിപാടുണ്ടായിട്ടുണ്ട്. അതനുസരിച്ച് അവർക്ക് അവിടെ സെക്യൂരിറ്റി സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. പാകിസ്ഥാനിലെ നഗരവീഥികളിലൂടെ നടന്നു പോകുമ്പോഴൊക്കെ അവർ വീഡിയോ മുഴുവൻ ചെയ്യുവാൻ ഏകദേശം 24 മിനിറ്റെങ്കിലും അവർ എടുത്തു കാണുമെന്ന് ഓർക്കണം. അപ്പോൾ ഇങ്ങനെ കടകളിലൊക്കെ പോയി അവർ ബാർഗെയിൻ ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഒറ്റുകാരായിട്ട് നമ്മുടെ രാജ്യത്തിനുള്ളിൽ ഉള്ളവർ തന്നെ പ്രവർത്തിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അത് വളരെ വിഷമകരമായ ഒരു വാർത്തയാണ്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. അപ്പോൾ ഇതൊക്കെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും രാജ്യത്തിനെതിരെ ദേശവിരുദ്ധ പ്രവർത്തനം നടത്തുന്നവർ എത്ര ഉന്നതരായാലും അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പൂട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമുക്കറിയാം. ഭാരതവും പാകിസ്ഥാനുമായിട്ടുള്ള സംഘർഷം അവസാനിച്ചതിന് ശേഷം, അവസാനിച്ചു എന്ന് പറയാറായിട്ടില്ല, വെടിനിർത്തൽ മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഈ അവസരത്തിൽ ഇവരെ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ ചോദ്യം ചെയ്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് അറിയുന്നത്. വാട്സാപ്പ് ചാറ്റിലൂടെ ഇവർ നടത്തിയ സന്ദേശങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ടെന്ന് അറിയുന്നു. ISI ഏജൻറ്റുമായി ഇവർ സംഭാഷണം നടത്തുന്നത് ഒക്കെ കിട്ടിയിട്ടുണ്ടെന്നറിയുന്നു. അതായത് പാകിസ്ഥാനിലെ ISI ഏജൻറ്റ് ഇവരെ സ്വാധീനിച്ച്, അല്ലെങ്കിൽ ഇവരെ പണം ഉപയോഗിച്ച് സ്വാധീനിച്ചതാണോ ഇതൊന്നും നമുക്കറിയില്ല. ഇതൊക്കെ ഇനി തെളിയാനിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും അവർ അവിടെ വളരെ സൗഹൃദത്തിൽ ഏർപ്പെട്ടുകൊണ്ടുള്ള സംഭാഷണങ്ങളാണ് അവർ നടത്തുന്നതെന്നാണ് അറിയുന്നത്. അതോടൊപ്പം അവർ പറയുന്നതായിട്ട് അറിയുന്നു, അവിടെ നിന്ന് പാകിസ്ഥാനിൽ നിന്ന് ഒരു പയ്യനെ അവർക്ക് വിവാഹം കഴിക്കുവാനായിട്ട് അവർ സൗഹൃദപരമായി ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ഇതൊക്കെ എന്താണ് മനസ്സിലാക്കുന്നത്? ഒരു രാജ്യത്തിനെതിരെ പ്രവർത്തിക്കാൻ വേണ്ടി നമ്മൾ എന്തും ചെയ്യും എന്നാണ്.
അങ്ങനെ ഒരിക്കലും ആകാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഇവിടെ കാണുന്ന ദൃശ്യങ്ങൾ കാണുന്ന പോലെ അവർ സെക്യൂരിറ്റികളുമായി നടക്കുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥം എന്ന് പറഞ്ഞാൽ തീർച്ചയായും അവർക്ക് എന്തോ ഉന്നത തലത്തിൽ പിടിപാടുണ്ടായിട്ടുണ്ട്. അതനുസരിച്ച് അവർക്ക് അവിടെ സെക്യൂരിറ്റി സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. പാകിസ്ഥാനിലെ നഗരവീഥികളിലൂടെ നടന്നു പോകുമ്പോഴൊക്കെ അവർ വീഡിയോ മുഴുവൻ ചെയ്യുവാൻ ഏകദേശം 24 മിനിറ്റെങ്കിലും അവർ എടുത്തു കാണുമെന്ന് ഓർക്കണം. അപ്പോൾ ഇങ്ങനെ കടകളിലൊക്കെ പോയി അവർ ബാർഗെയിൻ ചെയ്യുന്നു. ഇന്ത്യൻ റുപ്പീസ് കൊടുത്താൽ മതിയോ എന്നറിയുന്നു. അതനുസരിച്ച് ഇന്ത്യ റുപ്പീസ് മതി എന്ന് അവർ പറയുന്നു. അപ്പോൾ നമുക്ക് ആ ജനങ്ങളൊക്കെ അവിടുത്തെ കട നടത്തുന്നവരായാലും സ്ട്രീറ്റ് വെണ്ടേഴ്സൊക്കെ ആയിട്ട് നല്ല രീതിയിൽ സൗമ്യമായിട്ടാണ് പെരുമാറുന്നതെങ്കിൽ പലരും അവരെ രൂക്ഷമായി നോക്കുന്നത് നമുക്ക് ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. കാരണം അവരുടെ വേഷവിധാനം നമ്മൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലാകാനുള്ളൂ. അതൊക്കെ കാണുമ്പോൾ അവിടുത്തെ ജനങ്ങൾ ചിലപ്പോൾ ഒന്ന് നോക്കിപ്പോവുക തന്നെ ചെയ്യും. അല്ലെങ്കിൽ അതിശയമുണ്ട്. കാരണം നമ്മുടെ അവിടെ ഈ ഹിജാബൊക്കെ ഇട്ട് അല്ലെങ്കിൽ വേഷം മുഴുവനായിട്ടൊക്കെ ഇട്ടൊക്കെ അവർ നടക്കാറുണ്ട്. എന്തായാലും അവിടെ പാകിസ്ഥാനിൽ അവസരങ്ങൾ അവർക്ക് കിട്ടിയിരിക്കുകയാണ്. എന്തിനാണ് ഈ അവസരം ഉപയോഗപ്പെടുത്തിയതെന്ന് ഇനി അറിയാനിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും അറിയുന്നതുവരെ നമുക്ക് കാത്തിരിക്കാം. നന്ദി. ജയ് ഭാരത് മാതാ.